പുരാനി ഡൽഹിയെ അനുസ്മരിപ്പിക്കുന്ന പഴയ ഹൈദരാബാദിന്റെ നാഡീകേന്ദ്രം ചാർമിനാറും മക്ക മസ്ജിദുമാണ്. മക്ക മസ്ജിദ് എന്ന വിഖ്യാതമായ പള്ളി നൽകുന്ന ആത്മീയ ചൈതന്യവും അതോടൊപ്പം ചാർമിനാറും ഗോൽക്കൊണ്ട കോട്ടയും നൽകുന്ന സാംസ്കാരിക തനിമയും ആസിഫ് ഷായുടെയും നൈസാമിൻ്റെയും പെരുമകളാണ്. ഔറംഗസേബ് ചക്രവർത്തിയുടെ കാലത്ത് മക്കയിൽ നിന്നും കൊണ്ടുവന്ന കല്ലുപയോഗിച്ച് പണിയാരംഭിച്ച ഈ മസ്ജിദിന് കാലപ്രവാഹത്തിലും ഒരു കേടുപാടുകളും സംഭവിച്ചില്ല. മക്ക മസ്ജിദ് ആണ് ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളുടെ റമദാനും പെരുന്നാളുമൊക്കെ നിശ്ചയിക്കുന്ന ആസ്ഥാനം. മതസൗഹാർദ്ദത്തിൻ്റെയും ഊഷ്മളമായ ഹിന്ദു മുസ്ലിം ബന്ധങ്ങളുടെയും പെരുമകൾ ഒരുപാടുള്ള നഗരമാണ് ഹൈദരാബാദ്. മുസ്ലിങ്ങൾ താമസിക്കുന്ന മറ്റ് ഇന്ത്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ഹൈദരാബാദിന് സാംസ്കാരികമായും സാമൂഹികമായും കുറെ കൂടി മികച്ച പാരമ്പര്യമുണ്ട്. ബൊണാലുവും ഈദുമൊക്കെ നഗരത്തിൽ പരസ്പരം ആശംസിക്കാനും ആഘോഷിക്കാനുമുള്ള അവസരങ്ങളാണ്. ദൗർഭാഗ്യവശാൽ ബൊണാലുവിന്റെ ആശംസയിൽ പോലും നരേന്ദ്രമോദിയുടെ ചിത്രമാണ് നഗരത്തിലുടനീളം. MIMന്റെ റമദാൻ ആശംസകളിൽ നിറയുന്നത് അവരുടെ തീപ്പൊരി നേതാക്കളുടെ ചിത്രങ്ങളാണ്. हैदराबाद का खास तौर पर जो सूरत हाल है ये बहुत अफसोसनाक सूरत हाल है. तो अब ये रमज़ान की बात आप कर रहे थे कि रमज़ान पहले कहता था अब कैसा है. तो आज के रमज़ान में ऐसा है कि खूने दिल पीने को और लखटे जिगर खाने को, खूने दिल पीने को और लखटे जिगर खाने को ये ग़िज़ा मिलती है इफ्तार में और सहरी में. റമദാനും ബൊണാലുവും ഇത്തവണ ഒന്നിച്ചാണ് ഹൈദരാബാദിലെത്തിയത്. ഇതോടെ ഘോഷയാത്രകൾക്ക് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ മുൻകാലങ്ങളിൽ ഇത്തരം ആശങ്കകൾക്ക് ഒട്ടും സ്ഥാനമുണ്ടായിരുന്നില്ല. अभी भी नहीं है. यहाँ पे कभी भी कोई झगड़ा पुलिस एक्शन से पहले 1947 से पहले कोई झगड़ा हैदराबाद में हिंदू मुस्लिम फसाद नहीं हुआ. बिल्कुल नहीं हुआ. अभी भी जो फसादात होते हैं सो कॉल्ड फसादात, उसमें अवाम में भाईचारा, दोस्ती, ये बाहर के एलिमेंट्स कुछ आते हैं, कम्युनल एलिमेंट्स, वो आके ये फितना पैदा करके गड़बड़ करके जाते हैं. മക്ക മസ്ജിദിൽ നടന്ന 2 ബോംബ് സ്ഫോടനങ്ങളും അവയിൽ ഒന്നിനെ തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പും ചാർമിനാറിലെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തെ ചൊല്ലിയുണ്ടായ ലഹളയുമൊക്കെ ഈ ചരിത്ര സ്മാരകങ്ങളെ സാധാരണക്കാരനിൽ നിന്നും അകറ്റുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. बहुत ख़ास नज़र है यहाँ के मुसलमानों पर कि भाई क्या है क्या बहुत ही वो करते हैं. तो इस सिलसिले में मुख्तलिफ यहाँ की जो भी मुस्लिम तंजीमें हैं, जमात इस्लामी है, तामीर मिल्लत है, या ये मजलिस इत्तेहादुल मुस्लिमीन है, और भी दूसरे बहुत से ग्रुप्स हैं, उन्होंने अपने तौर पर पूरी कोशिश की कि अपने अपने असरात को इस्तेमाल करें और ख़ास तौर से मुसलमान नौजवानों के अंदर जो समझिए कि कैफियत है डिप्रेशन की या एक तरह की, उसको दूर करें. ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുള്ള മസ്ജിദിലേക്ക് വീഡിയോ ക്യാമറകൾക്ക് പ്രവേശനം എളുപ്പമല്ല. മസ്ജിദ് കമ്മിറ്റിയിൽ നിന്ന് ആരംഭിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങി ഒടുവിൽ ഏറെ പരിശോധനകൾക്ക് ശേഷം മാത്രം പ്രവേശിക്കാനാവുന്ന തരം കനത്ത സുരക്ഷാ നടപടിക്രമങ്ങളാണ് സ്ഫോടനങ്ങൾ ഇവിടെ ബാക്കിയാക്കിയത്. സംസ്ഥാന ഭരണത്തിൽ പങ്കില്ലെങ്കിലും നഗരത്തെ തത്വത്തിൽ ചൊൽപ്പടിയിൽ നിർത്തുന്നത് മുസ്ലിം ഇത്തിഹാദുൽ മുസ്ലിമീൻ അഥവാ MIM എന്ന സംഘടനയാണ്. ഹൈദരാബാദിൽ റമദാൻ മാസം എത്തുമ്പോൾ MIM ആണ് ഫലത്തിൽ നഗരം ഭരിക്കുന്നത്. തെരുവ് കച്ചവടക്കാരെ വിലക്കാൻ പോലും പോലീസിന് അധികാരമില്ലാതാവുന്ന നാളുകളാണിത്. ഡൽഹി, UP, മുംബൈ അധ്യായങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഹൈദരാബാദിൽ എത്തിയിരിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ മക്ക മസ്ജിദിനകത്ത് നടക്കുന്ന ഈ നോമ്പുതുറ നിസ്കാരം പക്ഷേ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
കാരണം മറ്റ് മസ്ജിദുകളിലെല്ലാം തന്നെ നോമ്പ് തുറക്കാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളം സൗകര്യങ്ങൾ ഒരുക്കി ആളുകൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ് ഉള്ളതെങ്കിൽ മക്ക മസ്ജിദിൻ്റെ ചരിത്രപ്രസിദ്ധമായ മുറ്റത്ത് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും വ്യാപാരികളും അതുപോലെ തട്ടുകട കച്ചവടക്കാരും ഈ മസ്ജിദിൻ്റെ മുറ്റം കൈയടക്കിയിരിക്കുന്ന കാഴ്ചയാണെങ്കിൽ പോലും മറ്റ് ഏത് പള്ളികളെ അപേക്ഷിച്ചും കൂടുതൽ സ്ത്രീകൾ ഈ പള്ളിയിൽ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മലയാളി വിദ്യാർത്ഥികളും മക്ക മസ്ജിദിലേക്കാണ് നോമ്പ് തുറക്കാനെത്തുന്നത്. ഹൈദരാബാദ് പഴയ നഗരത്തിലെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും പഴയ അതേ ശീലങ്ങളാണ്. നോമ്പ് തുറക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത് മക്ക മസ്ജിദിൽ തന്നെയാണ്. ആത്മീയമായ ചൈതന്യമാണ് മക്ക മസ്ജിദിനെയും ഹൈദരാബാദിനെയും ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട മുസ്ലിം നഗരങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. ഹൈദരാബാദിലെ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ധാരാളം സദസ്സുകൾ ഈ നഗരത്തിലുടനീളം നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊരു വളരെ സവിശേഷമായ സദസ്സിനൊപ്പമാണ് നമ്മളിപ്പോഴുള്ളത്. സയ്യിദ ഫിർദോസും സുബ്ഹാന സുൽത്താനയും അതുപോലെ മൊഹ്സിനുമെല്ലാം വിശുദ്ധ ഖുർആൻ ചില അധ്യായങ്ങൾ അവരുടേതായ ഭാഷയിൽ നമ്മെ ഓതി കേൾപ്പിക്കാൻ പോവുകയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട മസ്ജിദുകളിലെല്ലാം ഇഫ്താറിന് നൂറുകണക്കിന് ആളുകൾ എത്തുന്നു. ഹൈദരാബാദിലെ മസ്ജിദ് ചൗക്കിയിലെ ഇഫ്താറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ 200-ലേറെ വർഷം പഴക്കമുള്ള ഈ പള്ളി മുമ്പൊരു കാലത്ത് നവാബ് കുടുംബത്തിലെ ഒരു രാജകുമാരി അവൾക്ക് വിവാഹ സമാനമായി കിട്ടിയ പണം കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു കഥയുണ്ടെങ്കിലും ഇതേക്കുറിച്ച് ചരിത്രപരമായ രേഖകൾ ലഭ്യമല്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. തറാവീഹ് നമസ്കാരവും മറ്റ് ആരാധനാകർമ്മങ്ങളും ഹൈദരാബാദിലാണ് ഏത് ഇന്ത്യൻ നഗരത്തെ അപേക്ഷിച്ചും കൂടുതൽ സജീവമായി കാണാനാവുന്നത്. कुरान फहमी के नशिस्तें मीटिंग्स नशिस्तें रखते हैं और मजलिस रखते हैं और इज्तिमा रखते हैं कुरान फहमी के लिए, कुरान समझने के लिए. वो ग्रुप्स भी स्टडी सर्कल्स भी उस तरह के कुरान स्टडी सर्कल्स भी अलग से चलते रहते हैं रमज़ान में ख़ासकर बहुत ज़्यादा. और समाअत कुरान सिर्फ सुनना यानी कारी हजरात पढ़ते हैं, बहुत सारे लोग बैठ के सुनते हैं. तरावी के अलावा ഖുർആൻ സുന്നने का एक ज़ौक़ यहाँ पर पाया जाता है. നഗരത്തിലെ നോമ്പ് വിശേഷങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവിടെ മാത്രം ലഭ്യമായ ഹലീം എന്ന ഈ ആട്ടിറച്ചി വിഭവമാണ്. എണ്ണമറ്റ ഹലീം വിൽപ്പന കേന്ദ്രങ്ങളാണ് റമദാൻ എത്തുന്നതോടെ ഇവിടെ ആരംഭിക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമൊക്കെ വിമാനത്തിൽ പോലും ഇഫ്താറിന്റെ നേരമാകുമ്പോഴേക്ക് ഹലീം എത്തിക്കുന്നവരുണ്ട്. നോമ്പുകാലത്ത് കോടികളുടെ വ്യാപാരമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. 90 രൂപ മുതൽ 120 രൂപ വരെയും സ്പെഷ്യൽ ഹലീം എന്ന പേരിൽ 180 രൂപയ്ക്കും ലഭ്യമായ ഈ വിഭവം കഴിക്കാനായി മുഴുവൻ ഹൈദരാബാദും സന്ധ്യയോടെ ഒഴുകിയെത്തുന്നു. കാലത്ത് 5-ന് ആരംഭിക്കുന്ന ഹലീം നിർമ്മാണം വൈകിട്ട് 4 മണിയോടെയാണ് പൂർത്തിയാവുന്നത്. 10 മണിക്കൂറെങ്കിലും അടുപ്പിൽ കിടന്ന് വെന്തു പാകമാകണം എന്നാണ് ഇതിൻ്റെ കണക്ക്. പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഹലീം കൂട്ടിയോജിപ്പിക്കുന്നത്. ഹൈദരാബാദിലെ ഹലീം ബേക്കറികളിൽ ഏറ്റവും പ്രമുഖരായ ചില ഗ്രൂപ്പുകളാണ് ഷാഗ് ഹൗസ്, പിസ്ത ഹൗസ്, ഇറാനി ഹലീം മുതലായവ.
നഗരത്തിലെ നോമ്പ് കാഴ്ചകളിൽ വേദനിപ്പിക്കുന്ന അധ്യായമാണ് ഷാഹിൻ നഗർ. ബർമയിലെ റോഹിംഗ്യയിൽ നിന്നെത്തിയ ഈ അഭയാർത്ഥികൾ നഗരപ്രാന്തത്തിലുള്ള ഈ കോളനിയിലാണ് താമസിക്കുന്നത്. ബർമയിലെ റോഹിംഗ്യ പ്രവിശ്യയിൽ നടക്കുന്ന വംശീയ ഹത്യയിൽ നിന്നുമാണ് ഇവർ രക്ഷപ്പെട്ടോടി ഇന്ത്യയിലെത്തിയത്. കരളലിയിക്കുന്ന കാഴ്ചകളാണ് ഈ കോളനിയിൽ നിറയെ. മുസൽമാനയുടെ കേസു കൊഴിഞ്ഞ मुसलमाने केसु गुत्ते से ले टहाटी गोरे केसु डिफाई में कर हाई वेलर ये मुसलमानों के साथ पहले बुद्ध के लोगों के कोई झगड़ा होने का कोई वजह है क्या? वो वजह क्या है बोलो तो मुसलमान का लड़ाई झगड़ा करने का वजह क्या है बोलो तो मुस्लिम का बस्ती में गैस का गड्ढा मिल गया पड़ी। बहुत बड़ी गड्ढा है। वो गड्ढा छीनने का से ये गैस पड़ा देखो वहाँ पे झगड़ा में और वो गड्ढा छीनने का हम लोग को वहाँ से भगाए पहले नंबर में। और दूसरे नंबर में मुस्लिम का बच्ची को एक रेप किया था। वो बुद्धिस्ट का बच्चा रेप करा में वो झगड़ा लड़ाई बहुत झगड़ा हुआ। मुस्लिम का मस्जिद था वो नमाज ताराबियाँ सब बंद कर दे रहे लोग। फिर रोजा रहने नहीं दे रहे एकदम। फिर मुस्लिम को जहाँ मिल रहा वहाँ पिछले रमजान में हुआ था ना ज्यादातर मुश्किलात। जी वो बहुत मुश्किल हुआ। अब तक है वो अब तक चल रहे। फिर वो लोग यहाँ पे मुस्लिम का किधर नहीं रहना बोल के बोले। क्यों नहीं रहना पूछे तो बोले रह सकते तुम लोग इस्लाम बदल दे बोले। بعد بعد که تنها ده اونجل تنها ده بعد گاز دالی در موسود تو تالا ماره بعد دالی در نه ले गुली मारे मारी खाड़ी वाले गिला क्या बोले? उन्होंने बोलता है बर्मा में हम लोग को बहुत जुल्म कर रहा है। हम लोग वहाँ नहीं रह सकते। बाहर निकलने नहीं दे रहा हम लोग। नमाज और रोजा ताराबिया पढ़ने नहीं दे रहे हम लोग को। 6 बजे के बाद बाहर निकलने नहीं दे रहे। अगर 6 बजे के बाद बाहर निकले तो हम लोग को बहुत पकड़ के जुल्मा कर रहे हैं। और अगर एक शादी कराया बच्चे शादी कराए तो हम लोग को बहुत पैसे वो लोग खींच ले रहे जो जगह जमीन खींच ले रहे। और एक बच्चा पैदा हुआ तो भी 5 लाख 10 लाख ऐसी। अच्छा एक बच्चा अगर हुआ तो उसको पैसा देना है? उसको 5 लाख रुपया देना पड़ता नाम चढ़ाने का। नाम चढ़ाने का अगर मर गया 2.5 लाख रुपया देना पड़ता नाम कढ़ाने का। अच्छा और आपका गाय है एक गाय है आपके ने वो गाय आप बेच दिए तो उसका आधा पैसे देना पड़ता। आप आधा पैसे ले सकते आधा पैसे अपना ले सकते हो। वो बिजनेस कर सकते थे उधर उन लोगों को मतलब खेती बाड़ी कर सकते आधा उसको देना पड़ता आधा हम लोग ले सकते। अच्छा अगर फसल आ गया तो वो आधा वो काट लेते आधा वो कर लेते। अच्छा ഹാറുൽ അമീൻ്റെ പിതാവും മാതാവും സഹോദരന്മാരും എല്ലാം തന്നെ ബർമയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരി ബർമയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിവരം മാത്രമേ ഹാറുൽ അമീൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളൂ. ഇന്ത്യയിൽ എത്തിപ്പെട്ട് 17 ദിവസമായ ഹാറുൽ അമീൻ ഇപ്പോഴും തൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ആ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ചിത്രമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിൽ എത്തിപ്പെട്ട് 17 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഹാറുൽ അമീന് എന്താണ് ബർമയിൽ നടക്കുന്നത് എന്ന് പറയാൻ പോലും കഴിയാത്ത ഭീകരമായ ഒരു മാനസികാവസ്ഥയുമാണ് ഈ യുവാവ് നമ്മോടൊപ്പമുള്ളത്. दो भाई ये अकेले और एक बहन एक जिंदा है बोल के माल लगा हुआ है जिंदा है बोल के सुने आएगा। वो कहाँ है उधर है? वहाँ बर्मा में है। റോഹിംഗ്യയിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയ ഈ കുടുംബങ്ങൾക്ക് താമസിക്കാൻ ഇത്ര വലിയ കണ്ടാൽ വളരെ വലുതെന്ന് തോന്നുന്ന ഒരു വീടാണ് ഇവിടെയുള്ളത്. പക്ഷേ ഒരു വീടിനകത്ത് ഒരു വലിയ ഹാളിനകത്ത് 5ഉം 6ഉം കുടുംബങ്ങളാണ് ഇപ്പോൾ കഴിയുന്നത്. കോളനിയിലെ അഭയാർത്ഥികളിൽ മിക്കവരും ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين മഹാഭൂരിപക്ഷവും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഇവിടെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വ്യത്യസ്ത ഇന്ത്യൻ നഗരങ്ങളിലൂടെ റോസായ ഹിന്ദ് നടത്തിവന്ന ഈ യാത്ര ചെന്നൈയിൽ സമാപിക്കുകയാണ്. ഇവിടുത്തെ നോമ്പിന് വലിയൊരളവിൽ കേരളത്തിലെ രീതികളുമായാണ് സാമ്യം. എടുത്തു പറയാവുന്ന ഒരു വ്യത്യാസവും ചെന്നൈയിലെ നോമ്പിനില്ല. വർഷങ്ങളോളം ചെന്നൈയിൽ മലയാളി മുസ്ലിങ്ങളുടെ അഭയകേന്ദ്രമായിരുന്ന മലയാളി മുസ്ലിം അസോസിയേഷന്റെ എഗ്മൂറിലെ പള്ളിയിൽ ഇത് അവസാനത്തെ ഇഫ്താർ ആയിരുന്നു. ചെന്നൈയിലെ മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ പള്ളിയാണ്. ഈ പള്ളി ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി 10-60 വർഷത്തിന് മേലെയായി. ഈ പള്ളിയിലെ നോമ്പ് തുറ ഇത് അവസാനത്തെ നോമ്പ് തുറയാണ്. ഈ പള്ളി നോമ്പ് കഴിഞ്ഞുടനെ പൊളിച്ച് പുതിയ പള്ളി പണിയാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ കമ്മിറ്റി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത റമദാനിനു മുമ്പായി പള്ളി പുതുക്കിപ്പണിയാൻ നിശ്ചയിച്ചതുകൊണ്ട് പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന തലമുറകളുടെ അഭയകേന്ദ്രമായിരുന്ന ഈ മസ്ജിദിൽ ഗൃഹാതുര സ്മരണകളുമായാണ് ഇഫ്താർ നടക്കുന്നത്. ചെന്നൈയിലെ വല്ലാജ മസ്ജിദിലെ റമദാൻ വിശേഷം ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ അപൂർവമായ ഒരു വിശേഷമാണ്. ട്രിപ്ലിക്കേൻ മസ്ജിദ് എന്നും അറിയപ്പെടുന്ന ഈ ആർക്കുട്ട് നവാബിന്റെ പള്ളിയിൽ ഇഫ്താർ നടത്താനായി മസ്ജിദ് കമ്മിറ്റിയോടൊപ്പം പരിസരത്തെ ഹിന്ദുക്കളും പങ്കെടുക്കുന്നു. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ മസ്ജിദിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായിരുന്ന കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ അന്ത്യവിശ്രമ സ്ഥാനമുള്ളത്. हमारी ये मस्जिद बहुत कदीम मस्जिद है और इसका तारीख़ी पस मंज़र रहा है. 225 साल कदीम मस्जिद है ये. नवाब आने वाला जाही उन्होंने इस मस्जिद को तामीर किया था और आरकाट नवाब के नाम से भी उनको मौसूम किया जाता है. मोहम्मद अब्दुल अली वालाजा. ये कदीम तारीख़ी यादगार मस्जिद है, मस्जिद वालाजा ही. यहाँ पे तकरीबन 2000 आदमी हिज हाइनेस द प्रिंस ऑफ आरकाट नवाबजादा मोहम्मद अब्दुल अली साहब के ख़ानदान वालों की जानिब से इफ्तियार का इंतज़ाम किया जाता है और ये कदीम यादगार आलीशान मस्जिद है. കഴിഞ്ഞ 35 വർഷമെങ്കിലുമായി ചെന്നൈയിലെ ഹൈന്ദവ സഹോദരന്മാർ ഇവിടെ ഇഫ്താർ നടത്തുന്നുണ്ട്. ആദ്യമൊക്കെ മസാലക്കഞ്ഞി മാത്രമാണ് ഈ സുഹൃത്തുക്കൾ വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഒരു വണ്ടി നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളുമായാണ് ഇവരെത്തുന്നത്. പഴവും സർബത്തും വെജിറ്റബിൾ ബിരിയാണിയും ഈത്തപ്പഴവുമൊക്കെ അവർ കൊണ്ടുവരുന്നു. സ്ഥലത്തെ ഒരു ദർഗയുടെ ട്രസ്റ്റിൽ നിന്നാണ് ഇതിനാവശ്യമായ പണം കണ്ടെത്തുന്നത്. Sufi Dar Trust, Mailapur, our Puja Dada Ratanji sends us, and this service we do from last 25 years. And nothing, not a big motive, just to get dua. And all the 30 days for iftar, we serve food and variety of items. We give them. You are collecting the money from? No, it is all from the trust. Okay. Yeah. And you are the volunteers? We are all volunteers, somewhere around 50 to 55 volunteers. Every day we come here, we coordinate with each other, and we do serve it, and then we leave. I believe that all you people are coming from Hindu community. Yes. You are basically from this place or from? Yeah, we are all basically from Chennai, and we feel that there is no column like Hindu or Muslim. We are all brothers. Our nation is one. We are all one. Are you people finding it anyway difficult to come here? No. With all the God's grace, Allah Almighty, we have that courage, we get that strength, and we do our best. We do our good service. പക്ഷേ റമദാനിൽ 30 ദിവസവും ഇവർ കർമ്മനിരതരാണ്. ഭക്ഷണം തയ്യാറാക്കാനും വിതരണം ചെയ്യാനുമൊക്കെ മുൻ നിശ്ചയിച്ച പ്രകാരം ഈ സംഘം എത്തുന്നു. हम लोग अपने अपने काम पे जाते हैं. इसके लिए कब आते हैं? इसके लिए जो टाइम फिक्स हो जाता है, हमारे को ड्यूटी इधर है. कोई किसी को 4:30 बजे की ड्यूटी होगी, किसी को 5:30 की होगी. 5:45 बजे इधर पहुंच जाएंगे. कोई ऐसा नहीं है, हमारे ऊपर अपना अंदर से ही आवाज़ रहती है कि हमारे को काम पे जाने का है, और ये हमारी ड्यूटी रहती है. इसमें अभी आपको किस तरह का कोई भी मतलब प्रॉब्लम कभी नहीं होता है. कभी भी एवरीथिंग गोइंग गुड.
മസ്ജിദ് കമ്മിറ്റിക്ക് അല്പം എതിർപ്പുണ്ടെങ്കിലും ആർക്കോട് നവാബിന്റെ ഉറച്ച പിന്തുണയുള്ളതുകൊണ്ട് ഈ ചടങ്ങിന് ആരും എതിര് പറയാറില്ല. ഭക്ഷണം കൊണ്ടുവരുന്നതിലും അവ വിതരണം ചെയ്യുന്നതിലുമൊക്കെ കൃത്യമായ അച്ചടക്കമാണ് ഈ സംഘത്തിനുള്ളത്. പള്ളിക്കകത്ത് കയറുമ്പോൾ ഇവരിലെ യുവാക്കളടക്കം തൊപ്പി ധരിക്കുന്നു. ഈ സംഘം കഴിഞ്ഞ എത്രയോ വർഷമായി ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് സ്ഥലത്തെ മുസ്ലിം സുഹൃത്തുക്കൾ സമ്മാനിച്ച ഈ ഉപഹാരം തികഞ്ഞ ആദരവോടെയാണ് അവർ ഏറ്റുവാങ്ങുന്നത്. ഈ ചടങ്ങിന്റെ മതപരമായ സാധുത ചോദ്യം ചെയ്യുന്ന ഒറ്റപ്പെട്ട ചിലർ ചെന്നൈയിലുണ്ട്. പക്ഷേ തങ്ങളുടെ ഇഫ്താർ സ്വീകരിക്കാമെന്ന പണ്ഡിതന്മാരുടെ ഫത്വയുമായാണ് ഈ സംഘം ഇന്ത്യയിലെ തന്നെ അത്യപൂർവമായ ഈ ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. लोग तकरीबन 30-35 साल से अकीदत से अपने कर रहे हैं। इससे हमारा अपना ये आपको इसमें क्या भी मुश्किल है, ये तकवे की बात है। जिनको पसंद है वो खा सकते हैं, जिनको पसंद नहीं वो नहीं खा सकते। और ये लोग बराबर मुसलसल हर आलिमों के साउथ और नॉर्थ के तमाम उलमा के फतवे लिया गया है। खाना है तो उनकी मर्जी, हलाल है, मगर तकवे की बात है, तकवे की बात है। खाना नहीं खाना उनके ऊपर ये है। ഹിന്ദു മുസ്ലിം ബന്ധങ്ങൾ ഇന്ത്യയിലുടനീളം പലപ്പോഴും ഏറിയും കുറഞ്ഞും പല അളവിലും പല കാലത്തിലും നിലനിന്നിട്ടുണ്ട്. പക്ഷേ ചെന്നൈയിലെ ട്രിപ്പിളിക്കൻ മസ്ജിദിലെ ഈ അസാധാരണമായ ബന്ധം ഇന്ത്യയിൽ ഒരിടത്തും തന്നെ ആവർത്തിക്കുന്നുണ്ടാവില്ല. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ പണ്ഡിതന്മാരുടെ ഫത്വകൾ ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം ഹിന്ദു സഹോദരന്മാർ ഈ പള്ളിയിൽ റമദാൻ മാസത്തിലെ 30 ദിവസവും ഇഫ്താർ നടത്താനെത്തുന്നു. ഇവിടെ ഇഫ്താർ സ്വീകരിക്കാനെത്തുന്ന ഏതാണ്ട് എല്ലാ ആളുകളും തന്നെ ഈ ഭക്ഷണം വാങ്ങി നോമ്പ് തുറക്കുകയും ചെയ്യുന്നു.